Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഓവർഫ്ലോയും അണ്ടർഫ്ലോയും ടൈമിനെ കുറിച്ചാണ്. നമ്മൾ ഓരോ ഡാറ്റ ടൈപ്പ് ഉണ്ട്. നമ്മൾ പഠിച്ച ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ്? ഒന്ന് ക്യാരക്ടർ ഡാറ്റ ടൈപ്സിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. നമ്മൾ സീനുള്ള ഡാറ്റ ടൈപ്പ് ക്യാരക്ടർ, പിന്നുള്ള ഡാറ്റ ടൈപ്പാണ് ഇൻഡിജർ. ആ ക്യാരക്ടറിന് നമ്മൾ 1 ബൈറ്റ് ആണ് സൈസ്. നമ്മൾ 64 ബിറ്റ് ആർക്കിടെക്ചറിൽ അല്ല 32 ആണെങ്കിലും ക്യാരക്ടറിന്റെ സൈസ് 1 ബൈറ്റ് ആണ്. ഇൻഡിജറിന്റെ 64 ബിറ്റ് ആർക്കിടെക്ചറിൽ 4 ബൈറ്റ് ആണ്. ഇതിന് രണ്ടിനും പറയുന്ന പേരാണ് ഇന്റഗ്രൽ ഡാറ്റ ടൈപ്സ്. പിന്നുള്ളതാണ് ഫ്ലോട്ട് അതിന്റെ സൈസ് പറഞ്ഞാൽ 4 ബൈറ്റ് ആണ്. പിന്നുള്ളതാണ് ഡബിള് അങ്ങനെ 4 ഡാറ്റ. അതിന്റെ സൈസ് പറഞ്ഞാൽ 8 ബൈറ്റ് ആണ്. 64 ബിറ്റ് ആർക്കിടെക്ചറിലാണ് നമ്മൾ പറയുന്നത്. രണ്ടിന് പറയുന്ന പേരാണ് റിയൽ എന്നാണ് പറയുക. ഇന്റഗ്രൽ ഡാറ്റ ടൈപ്സ്, റിയൽ ഡാറ്റ ടൈപ്സ് പറഞ്ഞാൽ നമുക്ക് 3.5, 5.8 അങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ 0, 1, 2, പിന്നെ -1, -7 അങ്ങനെയുള്ള വാല്യൂസ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. പിന്നെ ക്യാരക്ടറിന് നമ്മൾ പറഞ്ഞു 1 ബൈറ്റ് ആണ് സൈസ്. അപ്പൊ ക്യാരക്ടർ നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ 1 ബൈറ്റ് പറഞ്ഞാൽ എത്രയാണ്? ക്യാരക്ടർ സ്റ്റോർ ചെയ്യുമ്പോൾ 1 ബൈറ്റ് പറഞ്ഞാൽ 8 ബിറ്റ് പറഞ്ഞാൽ ഏറ്റവും ഡിഫറെന്റ് കോമ്പിനേഷൻസ് പറഞ്ഞാൽ 2⁸ ഡിഫറെന്റ് കോമ്പിനേഷൻസ് പറ്റും. 2⁸ ഡിഫറെന്റ് കോമ്പിനേഷൻ പറഞ്ഞാൽ 256 കോമ്പിനേഷൻ പറ്റും. അതായത് ആദ്യത്തെ വാല്യൂ ഇവിടെ തുടങ്ങും. അതായത് ഒന്നാമത്തെ വാല്യൂ പറഞ്ഞാൽ 0000000. രണ്ടാമത്തെ വാല്യൂ പറഞ്ഞാൽ 0000001. അതായത് ഓരോന്നേ ആഡ് ചെയ്ത് പോകാൻ കേട്ടോ. ഒന്ന് ആഡ് ചെയ്തു. അടുത്ത വാല്യൂ പറഞ്ഞാൽ 3 0000001. ഇതിൽ ഏറ്റവും റൈറ്റ് മോസ്റ്റ് ബിറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ബിറ്റിന് പറയുന്ന പേരാണ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ്. ഈ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 0 ആണെങ്കിൽ അതൊരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് അതൊരു 1 ആണെങ്കിൽ അത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ഇപ്പോഴുള്ള വാല്യൂസിലൊക്കെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് 0 ആണ്. നമ്മൾ ക്യാരക്ടർ 1 ബൈറ്റ് അതിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അടുത്ത വാല്യൂ എന്ത് വരിക? അടുത്ത വാല്യൂ 00 വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 വരും. 000000010 ഇവിടൊക്കെ 1 ആഡ് ചെയ്ത് പോകാൻ കേട്ടോ. ഇനി നമുക്ക് ഏറ്റവും വലിയ വാല്യൂ നോക്കി നോക്കാം. ഏറ്റവും വലിയ പോസിറ്റീവ് വാല്യൂ പറഞ്ഞാൽ ആദ്യക്ക് 0 വരും. 0 ഉണ്ടെങ്കിലാണ് അത് പോസിറ്റീവ് സംഖ്യ വരും. ബാക്കിയുള്ള ഡിജിറ്റ് മൊത്തം 1 ആയിരിക്കണം. അതിനാണ് ഏറ്റവും വലിയ പോസിറ്റീവ് വാല്യൂ വരിക. 3 1 ആയി, ഒരു 1 കൂടി വേണം. ഇതാണ് ഏറ്റവും വലിയ പോസിറ്റീവ് വാല്യൂ. ഇതിന്റെ വാല്യൂ പറഞ്ഞാൽ എത്രയാണ്? 5 അല്ല കേട്ടോ. പിന്നെ അങ്ങനെ വന്നു. ഏറ്റവും വലിയ വാല്യൂ, ഇതിന്റെ വാല്യൂ പറഞ്ഞാൽ 127 ആണ് വരിക. ഈ വാല്യൂ ആണ് 127. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ കണ്ട 0 1 1 1 1 1 1 1. ഇതിന്റെ വാല്യൂ 2 to the power 0 1, 2 to the power 1 2, 4 8 16 32 64. അപ്പൊ വാല്യൂ എത്ര വരിക? 64 plus 32 plus 16 plus 8 plus 4 plus 2 plus 1. 64 32 96 11 12 120 124 126 127. കറക്റ്റ് വാല്യൂ എത്രയാണ്? 127. ഇനി ഞാൻ 127 കൂടെ 1 ആഡ് ചെയ്യണം. 127 കൂടെ 1 ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 127 plus 1 equal to 128. നമ്മൾ നോർമലായിട്ട് വരുന്ന ആൻസർ 128 ആണ്. പക്ഷെ നമ്മുടെ ഇവിടെ 8 ബിറ്റ് ആണ് ഓൾറെഡി ഉള്ളത്. അപ്പൊ 127 കൂടെ 1 ആഡ് ചെയ്ത് എന്താണ്ടാവും നമുക്ക് നോക്കി നോക്കാം. 127 ബൈനറി ഏതാണ്? 0 1 1 1 1 1 1 1 പ്ലസ് ഈ 1ന്റെ ബൈനറി പറഞ്ഞാൽ 0 0 0 0 0 0 0 1. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ഇവിടെ ആൻസർ കിട്ടും. ക്യാരി 1 കിട്ടും. 1 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ക്യാരി വീണ്ടും 1 1 1 ആഡ് ചെയ്താൽ 0 വീണ്ടും ക്യാരി 1 1 1 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 0 വീണ്ടും ക്യാരി 1. ഇപ്പൊ ഇവിടെ എന്താ ആൻസർ കിട്ടുക? മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിന്റെ അവിടെയാണ് 1 വന്നത്. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റിന്റെ അവിടെ 1 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താ? നെഗറ്റീവ് ആണ്. പിന്നത്തെ വാല്യൂ വരിക എന്തായിരിക്കും? -128 ആയിരിക്കും. ഇത് ഈ ബൈനറി കറസ്പോണ്ടിങ് ആയിട്ട് സൂചിപ്പിക്കുന്നത് -128 ആണ്. കിട്ടിയ ഈ ബൈനറിയുടെ വാല്യൂ ആണ് -128. അപ്പൊ 127 കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? -128 ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി വാല്യൂ ഏതാണ്? 1 0 0 0 0 0 0 0. അപ്പൊ ഇതാണ് ഓവർഫ്ലോ എന്ന് പറയുന്നത്. അതായത് 8 ബിറ്റ് ഇന്റഗ്രൽ ഡാറ്റ ടൈപ്പ്.
ഇന്റഗ്രൽ ഡാറ്റ ടൈപ്പ് ആയ ക്യാരക്ടറിൽ നമുക്ക് 127 പ്ലസ് 1 ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ഓവർഫ്ലോ. 127 കൂടെ ഏത് ആഡ് ചെയ്താലും അത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, അത് അതിന്റെ അകത്തുള്ള വാല്യൂസിലേക്ക് വരിക. 127 കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -128 ആണ് നമ്മുടെ 8-ബിറ്റ് ഡാറ്റ ടൈപ്പ് ആയ ക്യാരക്ടറിൽ കിട്ടുക. വീണ്ടും -128 കൂടെ വീണ്ടും 1 ആഡ് ചെയ്ത് കഴിക്കുക. -128 കൂടെ വീണ്ടും 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക -127 ആണ് ആൻസർ കിട്ടുക. ഇവിടെ വീണ്ടും 1 ആഡ് ചെയ്ത് കഴിക്കുക. വീണ്ടും 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആൻസർ കിട്ടുക -129. അതിന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 1 0 0 0 0 0 0 1. ഇനി അങ്ങനെ നമുക്ക് മാക്സിമം ഇങ്ങനെ പോയാൽ ഏറ്റവും വലിയ മൈനസ് വാല്യൂ എത്രയാണെന്ന് ചെക്ക് ചെയ്യാം. ഏറ്റവും വലിയ മൈനസ് വാല്യൂ പറഞ്ഞാൽ ഫസ്റ്റ് വാല്യൂ 1, ഏറ്റവും വലുതല്ല ഏറ്റവും ചെറിയ മൈനസ് വാല്യൂ. ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് -1 നമുക്ക് കിട്ടും. ആ വാല്യൂ ആണ് 1 1 1 1 1 1 1 1. അതായത് 8 ബിറ്റും 1 ആയിരിക്കും. അതാണ് ഏറ്റവും ലാസ്റ്റത്തെ വാല്യൂ. ഇനി -1 കൂടെ വീണ്ടും 1 ആഡ് ചെയ്ത് കഴിക്കുക. -1 കൂടെ +1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എത്ര കിട്ടുക? അതിന്റെ ആൻസർ പറഞ്ഞാൽ 0 0 0 0 0 0 0 0, അതായത് 0 എന്ന് വരും. അതായത് ഇപ്പൊ ഞാനൊരു സർക്കിളിൽ ഇത് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ വാല്യൂ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു 0, ആദ്യത്തെ വാല്യൂ 0 സ്റ്റാർട്ട് ചെയ്തു, പിന്നെ 1, പിന്നെ 2, പിന്നെ എക്സ്ട്രാ പോയി 126 കഴിഞ്ഞാൽ 127. ഈ 127 കൂടെ വീണ്ടും 1 ആഡ് ചെയ്യുമ്പോൾ -128 ആണ് കിട്ടുക. ഇങ്ങോട്ട് പോകുന്തോറും 1 ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. 1 ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ പോകും. 8-ബിറ്റ് ക്യാരക്ടർ ആട്ടോ, ക്യാരക്ടറിന്റെ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് സൈസ് എത്രയാണ്? 1 ബൈറ്റ്. 1 ബൈറ്റ് പറഞ്ഞാൽ 8-ബിറ്റ്. അപ്പൊ -128 ആയി. ഇനി -128 കൂടെ വീണ്ടും 1 ആഡ് ചെയ്താൽ -127, വീണ്ടും അത് കൂടെ 1 ആഡ് ചെയ്താൽ -126. ഇനി ഇങ്ങനെ പോയി -3 കൂടെ വീണ്ടും 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -2 കൂടെ വീണ്ടും 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -1. അപ്പോൾ 127 പ്ലസ് 1, ഈ ഒരു കണ്ടീഷനാണ് ഓവർഫ്ലോ. ഇനി നമുക്ക് അണ്ടർഫ്ലോ എന്താണെന്ന് നോക്കി നോക്കാം. അണ്ടർഫ്ലോ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അണ്ടർഫ്ലോ എന്ന് പറഞ്ഞാൽ -128 -1 ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ എന്താ ചെയ്യുക? ശരിക്കും ഇതിന്റെ ആൻസർ എത്ര വരിക? -128 -1. ഇതിന്റെ ആൻസർ എത്ര വരിക? -129. പക്ഷെ അങ്ങനെയല്ല വരിക. -128 കൂടെ 1 കുറയ്ക്കുക പറഞ്ഞാൽ ഈ ഡയറക്ഷനാണ്. ഇതാണ് -1 ആഡ്. -1 ആഡ് എന്ന് പറഞ്ഞാൽ 1 സബ്സ്ട്രാക്ട് ചെയ്യുക. ആ അർത്ഥത്തിലാണ് ഇവിടെ എഴുതുന്നത്. -128 കൂടെ 1 കുറച്ച് എന്താ ആൻസർ കിട്ടുക? 127 ആണ് കിട്ടുക. അപ്പൊ ഇവിടെ നിന്നാണ് അണ്ടർഫ്ലോ സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് അണ്ടർഫ്ലോ കണ്ടീഷൻ, ഇതാണ് ഓവർഫ്ലോ കണ്ടീഷൻ. 127 കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? നമുക്ക് -128 ആണ് കിട്ടുക. പിന്നെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -127, പിന്നെ കറക്റ്റ് ആയിട്ട് പോകും. അതേപോലെ -128 കൂടെ 1 കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ, ഇവിടെ 1 കുറച്ച് കഴിഞ്ഞാൽ -129 അല്ല കിട്ടുക, നമുക്ക് 127 ആണ് കിട്ടുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം അത് എന്തുകൊണ്ടാണ് വരുന്നത്. ഇവിടെ ഇപ്പൊ -1 കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 0 ആണ് കിട്ടിയത്. അത് 8 ബിറ്റിൽ നമ്മൾ ക്യാരക്ടർ റെപ്രസെന്റ് ചെയ്തു. അതായത് -1 വാല്യൂ പറഞ്ഞാൽ എത്രയാണ്? 1 1 1 1 1 1 1 1. അതുകൂടെ 1 ആഡ് ചെയ്തപ്പോൾ 0 ആണ് ആൻസർ കിട്ടുക. എങ്ങനെ കിട്ടിയെന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 0 0 0 0 0 0 1. ഇതാണ് 1ന്റെ വാല്യൂ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടുക? 1 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ക്യാരി 1 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 0, വീണ്ടും ക്യാരി. ആ ക്യാരി വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടേക്ക് സേവ് ചെയ്തു. പക്ഷെ ഇത് എത്രാമത്തെ ബിറ്റാണ്? ഇത് 9th ബിറ്റാണ്. അതായത് നമ്മൾ 8 ബിറ്റ് നമുക്ക് ക്യാരക്ടറിലില്ലോ. അപ്പൊ ഈ ഒരു ഇത് ഇഗ്നോർ ചെയ്യും, ഇത് സേവ് ചെയ്യില്ല, ഇത് ഡിസ്കാർഡ് ചെയ്യും. അപ്പൊ ബാക്കിയുള്ള 8 ബിറ്റിൽ ഏതാണോ ലെഫ്റ്റ് ചെയ്യുന്നത്, ബാക്കിയുള്ള 8 ബിറ്റിൽ എന്താണോ സ്റ്റോർ ചെയ്തത് ആ വാല്യൂ ആണ് നമ്മുടെ അതിൽ സ്റ്റോർ ചെയ്യുക. അതുകൊണ്ടാണ് -1 കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാരക്ടറിൽ 0 ആഡ് ചെയ്യുന്നത്. അതേപോലെ -128 കൂടെ 1 -1 ആഡ് ചെയ്യുക. -128ന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 1 0 0 0 0 0 0 0. ഇതാണ് അതിന്റെ ബൈനറി വാല്യൂ. അത് കൂടെ ആഡ് ചെയ്യുക -1. അപ്പൊ എന്താ കിട്ടും നോക്കി നോക്കുക. -1ന്റെ ബൈനറി വാല്യൂ പറഞ്ഞാൽ 1 1 1 1 1 1 1 1. ഇതാണ് അതിന്റെ ബൈനറി വാല്യൂ. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 1 1 1 1 1 1 1 1. ഇനി 1 1 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 കിട്ടും, ക്യാരി 1 കിട്ടും. ക്യാരി 1 ഇനി വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിടിക്ക് കൊടുക്കും. പക്ഷെ നമ്മുടെ 8 ബിറ്റ് നമ്മുടെ ക്യാരക്ടറിലല്ലോ.
അപ്പൊ ലെഫ്റ്റിൽ നിന്ന് 8 ബിറ്റിൽ ഏതാണോ വാല്യൂ ആ വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുക. ഈ ഒരു ബിറ്റ് നമ്മൾ ഡിസ്കാർഡ് ചെയ്യും, അതിനെ നമ്മൾ കൂട്ടില്ല, അത് ഇഗ്നോർ ചെയ്യും. അപ്പൊ ഈ ഒരു 8 ബിറ്റുള്ള വാല്യൂ എത്രയാണോ അതാണ് സ്റ്റോർ ചെയ്യുക. അതാണ് -128 -1. ഈ ഒരു വാല്യൂ നമുക്ക് എത്ര കിട്ടുക? പോസിറ്റീവ് 127 കിട്ടും. കാരണം ഇപ്പോൾ ഉള്ളതിൽ MSB ബിറ്റ് 0 ആണ്, അപ്പൊ പോസിറ്റീവ് വാല്യൂ നമുക്ക് കിട്ടുക. ഇതാണ് ഓവർഫ്ലോ അണ്ടർഫ്ലോ എങ്ങനെ വരുന്നത്, അതേപോലെ എങ്ങനെയാണ് കണ്ടീഷൻസ് വരുന്നത്. അതായത് ഇപ്പോൾ ഒരു 8 ബിറ്റിന്റെ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ചെയ്തത്. ഇനി 4 ബിറ്റിന്റെ ആണെങ്കിലും ഇതേപോലെ കണ്ടീഷൻ വരും. അതിൽ ഏറ്റവും വലിയ വാല്യൂ എത്ര വരിക? ഇതിലിപ്പോ ഏറ്റവും വലിയ ഇതിലിപ്പോ പോസിറ്റീവ് വാല്യൂസ്, അതായത് ക്യാരക്ടർ 256 ഡിഫറെന്റ് കോമ്പിനേഷൻസ് കിട്ടി. അതായത് 256 ഡിഫറെന്റ് കോമ്പിനേഷനിൽ പോസിറ്റീവ് വാല്യൂ പറഞ്ഞാൽ 0 to 127 ആണ്. അതാണ് പോസിറ്റീവ് വാല്യൂ. നെഗറ്റീവ് വാല്യൂ പറഞ്ഞാൽ -1 to -128 ആണ്. ഇത് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞാൽ 0 to 127 പറഞ്ഞാൽ 0 to 2 raised to n -1 -1. ഈ n പറഞ്ഞാൽ എത്ര ബിറ്റ് ആയി കൊടുക്കുന്നത്? n പറഞ്ഞാൽ 1 ബൈറ്റ് പറഞ്ഞാൽ 8 ബിറ്റ് ആണ്. 8 ബിറ്റ് റെപ്രസെന്റേഷനിൽ 2 raised to n -1 അതായത് 0 to 2 raised to 8 -1 2 raised to 7 -1 2 raised to 7 പറഞ്ഞാൽ 128 -1 127. ഇതിന്റെ വാല്യൂ എങ്ങനെയാന്ന് പറഞ്ഞാൽ 0 to 2 raised to minus of n -1 അതായത് 0 to 2 raised to minus of 8 -1 is equal to 0 to 2 raised to minus of 7 അതായത് -128. അങ്ങനെയാണ് അതിന്റെ വാല്യൂ വരിക. ഈ വാല്യൂ എത്ര വരിക? 0 to -128. ഇതാണ് അതിന്റെ നെഗറ്റീവ് വാല്യൂ, ഇതാണ് പോസിറ്റീവ് വാല്യൂ. അപ്പൊ ക്യാരക്ടറിന്റെ 256 ഡിഫറെന്റ് കോമ്പിനേഷൻ. ഇനി ഇന്റിജറിലാണെങ്കിൽ ഇതേപോലെ തന്നെ, ഇന്റിജറിലാകുമ്പോൾ 2 to the power 32 ഡിഫറെന്റ് കോമ്പിനേഷൻസ് വരും. അതിലും ഇതേപോലെ പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും എഴുതാൻ പറ്റും. പോസിറ്റീവ് വാല്യൂ പറഞ്ഞാൽ 0 to 2 raised to 31 -1. നെഗറ്റീവ് വാല്യൂ പറഞ്ഞാൽ -1 to 2 raised to -31 എന്ന് വരും. -31 എങ്ങനെ വന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഇങ്ങനെയാണ് നമ്മൾ ഓവർഫ്ലോ അണ്ടർഫ്ലോ എങ്ങനെ വരുന്നു മനസ്സിലായി. പിന്നെ ഒരു ഇന്റിജർ ഒരു ഡാറ്റ ടൈപ്പിന്റെ സൈസ് അറിയാണെങ്കിൽ അതിൽ എത്ര പോസിറ്റീവ് വാല്യൂസും അതിൽ എത്ര നെഗറ്റീവ് വാല്യൂസും സ്കോർ ചെയ്യുന്നു മനസ്സിലായി. അതിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പറഞ്ഞത്.